ഡൽഹിക്ക് ഇനി വനിതാ മുഖ്യമന്ത്രി. ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിന് പിന്നാലെയാണ് കെജ്രിവാളിന്റെ പിൻഗാമിയായി അതിഷി മർലേന ഡൽഹി മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് അതിഷിയെ മുഖ്യമന്ത്രിയായി നിർദ്ദേശിച്ചത്. കെജ്രിവാൾ സർക്കാരിലെ വിദ്യാഭ്യാസം, ജലം, ധനം, പൊതുമരാമത്ത് വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു അവർ. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായി കെജ്രിവാൾ ജയിലിൽ കഴിയവേ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് അതിഷിയായിരുന്നു. AAP ദേശീയ കൺവീനർ കൂടിയായ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് അതിഷിയെ മുഖ്യമന്ത്രിയെ നിർദ്ദേശിച്ചത്. അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിന് പിന്നാലെ കെജ്രിവാളിന്റെ ഭാര്യ സുനിത ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർന്നിരുന്നു. എന്നാൽ കൂടുതൽ അംഗങ്ങളും അതിഷിയുടെ പേരാണ് ഉയർത്തിയത്. പിന്നാലെയാണ് അതിഷിയെ തന്നെ മുഖ്യമന്ത്രിയെ കെജ്രിവാൾ പ്രഖ്യാപിച്ചത്. അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലെ ഏക വനിതാ മുഖമായിരുന്നു അതിഷി മർലേന. ഡൽഹി മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്ന മൂന്നാമത്തെ വനിതയെന്ന പ്രത്യേകതയും അതിഷിക്കുണ്ട്. നേരത്തെ കോൺഗ്രസിന്റെ ഷീലാ ദീക്ഷിത് 15 വർഷവും 25 ദിവസവും ഡൽഹി മുഖ്യമന്ത്രിയെ പ്രവർത്തിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ കാലയളവ് ഡൽഹി മുഖ്യമന്ത്രി പദവിയിലിരുന്ന വ്യക്തി എന്ന റെക്കോർഡും ഷീലാ ദീക്ഷിതിനാണ്. ഡൽഹി മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത എന്ന ഖ്യാതി സുഷമ സ്വരാജിനാണ്. കെജ്രിവാളിന്റെ വിശ്വസ്തരായ MLA-മാരിൽ ഒരാളാണ് അതിഷി. ഓഗസ്റ്റ് 15-ന് കെജ്രിവാളിന്റെ അസാന്നിധ്യത്തിൽ ദേശീയ പതാക ഉയർത്താൻ അതിഷിയോട് ആവശ്യപ്പെട്ടതു മുതൽ കെജ്രിവാൾ പിൻഗാമിയായി അതിഷിയെ കാണുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിഷിയുടെ മുഖ്യമന്ത്രി പദത്തിലൂടെ വനിതാ വോട്ടർമാരെ പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന വിശ്വാസവും AAPക്കുണ്ട്. ഡൽഹി മദ്യനയ കേസ് ഉയർന്നു വരികയും മനീഷ് സിസോദിയ അറസ്റ്റിലാവുകയും ചെയ്തതിനു ശേഷം രാഷ്ട്രീയ ഇടങ്ങളിൽ ഉയർന്നു വന്ന പേരായിരുന്നു അതിഷി മർലേന സിംഗ് എന്നത്. പിന്നീട് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതോടെ ദുർബലപ്പെട്ടുപോയ AAP നേതൃത്വത്തിന്റെ പോരാട്ട മുഖമായി അതിഷി മാറി. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ, ഗോപാൽ റായ്, കൈലാഷ് ഗെഹ്ലോട്ട്, സൗരഭ് ഭരദ്വാജ് തുടങ്ങിയ പേരുകളായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടത്. ഒടുവിൽ ഇവരെല്ലാം പിന്തള്ളിയാണ് കെജ്രിവാൾ അതിഷിയുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു അതിഷിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടം. കിഴക്കൻ ഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ BJPയുടെ ഗൗതം ഗംഭീറിനോട് 4.5 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് അതിഷി പരാജയപ്പെട്ടു. പിന്നീട് 2020 നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണ ഡൽഹിയിലെ കൽക്കാജി മണ്ഡലത്തിൽ നിന്ന് അതിഷി തിരഞ്ഞെടുക്കപ്പെട്ടു. മനീഷ് സിസോദിയ അറസ്റ്റിലായതിനു പിന്നാലെ 2023 മാർച്ച് 9-ന് അതിഷി കെജ്രിവാൾ മന്ത്രിസഭയിൽ അംഗമായി. അഴിമതി, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ യഥാക്രമം തിഹാർ ജയിലിൽ കഴിഞ്ഞിരുന്ന മനീഷ് സിസോദിയ, സത്യേന്ദർ ജെയിൻ എന്നിവർ രാജിവെച്ചതിനെ തുടർന്നായിരുന്നു അതിഷിയും സൗരഭ് ഭരദ്വാജും മന്ത്രിമാരായി സ്ഥാനമേറ്റെടുത്തത്. അതിനിടെ നിയുക്ത ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരായ വിവാദ പരാമർശം നടത്തിയ പാർട്ടിയുടെ MP സ്വാതി മലിവാളിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ട ആം ആദ്മി അതിഷിയെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കടുത്ത വിമർശനവുമായി സ്വാതി മലിവാൾ സമൂഹമാധ്യമത്തിലെത്തിയത്. അതിഷിയെ ഡൽഹി മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ച സ്വാതി മലിവാൾ ഡൽഹിയുടെ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പാർലമെന്റ് ആക്രമണ കേസ് പ്രതി അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിൽ നിന്ന് രക്ഷിക്കാൻ അതിഷിയുടെ മാതാപിതാക്കൾ ദയാഹർജി എഴുതിയിരുന്നു എന്നാണ് സ്വാതി ആരോപിക്കുന്നത്. അതിഷിയുടെ മാതാപിതാക്കൾ എഴുതിയ കത്ത് എന്ന് അവകാശപ്പെട്ട ഒരു കത്തും അവർ Xൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ AAP സ്വാതി മലിവാളിനോട് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്.